കഥയുടെ തുടക്കത്തിൽ 3 കോടീശ്വരന്മാരെയാണ് കാണിക്കുന്നത്. ഇവർ ഒരു മാസ്റ്ററെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇവരുടെ പുന്നാരനിധി വിവാഹം കഴിഞ്ഞ ശേഷം തടിച്ചിയായി. അത് കുറയ്ക്കാൻ പല വഴികളും നോക്കിയിട്ടും ഒന്നും തന്നെ വർക്കായില്ല. സോ ഇവർ അതിനായിട്ട് ഒരു മാസ്റ്ററെ തേടിയാണ് വന്നിരിക്കുന്നത്. ഇവർ മാസ്റ്ററെ കാണാൻ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇപ്രാവശ്യം ചോദിച്ചാലെങ്കിലും പോംവഴി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മൂവരും. പല തവണ കെഞ്ചി ചോദിക്കുമ്പോഴാണ് മാസ്റ്റർ വണ്ണം കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുന്നത്. ഇവിടെ അവരുടെ അനിത്യയെ കാണിക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് 100 കിലോ വരെയുണ്ട്. ഇന്ന് അവളുടെ അമ്മായിമ്മയുടെ പിറന്നാൾ കൂടിയാണ്. അമ്മായിമ്മ കൊടുത്തയച്ച ഡ്രസ്സ് ഇട്ടു നോക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ ടൈറ്റാക്കിയാലും ഡ്രസ്സ് ഫിറ്റ് ആകുന്നേയില്ല. അവളുടെ ചേട്ടന്മാർ ചേർന്ന് ഹോട്ടൽ ഓപ്പൺ ചെയ്യുകയാണ്. ആ ഹോട്ടലിലെ മാനേജർ അവളുടെ ഭർത്താവിനെ ആക്കണമെന്ന് പറഞ്ഞിരുന്നു. അവളുടെ ആഗ്രഹം പടി ചേട്ടൻ അവളുടെ ഭർത്താവിനെ മാനേജറാക്കിയിട്ടുള്ള അപ്പോയിൻമെന്റ് ലെറ്റർ വേലക്കാരൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നു. എന്നാൽ അവളുടെ ഭർത്താവിന് ഇവളൊരു കോടീശ്വരിയാണെന്നുള്ള കാര്യം അറിയില്ല. പ്രണയിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇവൾ പറഞ്ഞിരുന്നില്ല. ഇവൾ ഇക്കാര്യം പറയുന്നത് അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കുമ്പോൾ ഒരു സർപ്രൈസായിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. ഇവളും ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നതിന് മുന്നേ അമ്മായിമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് 1 മില്യൺ മതിക്കുന്ന നെക്ലെസ് ആയിരിക്കും വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ശേഷം പാർട്ടിയിലെത്തുകയാണ്. അവളുടെ അമ്മായിമ്മയ്ക്ക് അവളെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. എപ്പോൾ കണ്ടാലും തടിച്ചെന്ന് പറഞ്ഞ് നാണം കെടുത്തും. ആ കുടുംബത്തിൽ ഇവളുടെ കുഞ്ഞിനോട് മാത്രമായിരിക്കും ഇത്തിരിയെങ്കിലും സ്നേഹം. എന്നാൽ ആ സമയത്ത് തന്നെ അവളുടെ ഭർത്താവ് പാർട്ടിയിൽ മറ്റൊരു പെണ്ണിനെ കൂട്ടി വരികയാണ്. അത് മറ്റാരുമല്ല, അവളുടെ ഭർത്താവിന്റെ എക്സ് ആയിരിക്കും. കാമുകി വിട്ടതിന് ശേഷമാണ് അവളുമായി പ്രണയത്തിലായി വിവാഹം കഴിച്ചത്. എന്നാൽ ഹീറോയിൻ കുറച്ച് തടിച്ചതിനാലാണ് ഇപ്പോൾ അയാൾ അവളുടെ പഴയ എക്സിനെ പിടിച്ചിരിക്കുന്നത്. എക്സ് ആണെങ്കിൽ അവളുടെ അമ്മായിമ്മ കൊടുത്ത അതേ ഡ്രസ്സിലായിരിക്കും വന്നിരിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഹീറോയിൻ തടിച്ചിയായതിനാൽ വരുന്ന ഗസ്റ്റിന് ഇവൾ എത്ര മോശക്കാരിയാണെന്ന് കാണിക്കാൻ വേണ്ടി ആണെന്ന് പറഞ്ഞ് അവളെ അപമാനിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമമാവുകയും അത് കാണുന്ന കുഞ്ഞ് എൻ്റെ അമ്മ എൻ്റെ കാഴ്ചയിൽ സുന്ദരിയാണ്. ശേഷം എക്സ് അമ്മായിമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് നെക്ലെസ് ആയിരിക്കും കൊടുക്കുക. എന്നാൽ ആ നെക്ലെസ് ഇവൾ വാങ്ങിച്ച അതേ മോഡലാണ്. അത് കാണുന്ന ഇവൾക്ക് ഇത് എങ്ങനെ ഇവൾക്ക് വാങ്ങാൻ കഴിയും? ഇത് ഒരേ ഒരു പീസല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ ഇവൾക്ക് കിട്ടി എന്ന് ചിന്തിക്കുന്നു. സത്യത്തിൽ എക്സ് അവളുടെ ഭർത്താവിന്റെ അമ്മായിമ്മയെ കൈക്കലാക്കാൻ വേണ്ടി ഫേക്ക് ആയിട്ടുള്ള മാലയായിരിക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇവളും ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അത് കണ്ട ഭർത്താവ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നിനക്കെവിടുന്ന ഈ മാലയൊക്കെ വാങ്ങാൻ ക്യാഷ് എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന രീതിയിലായിരിക്കും ചീത്ത പറയുക. അത് കാണുന്ന മകൾ എൻ്റെ അമ്മയെ ഇനി കുറ്റപ്പെടുത്താതെ ഇരുന്നൂടെ? എൻ്റെ അമ്മ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വിലമതിക്കുന്ന ഗിഫ്റ്റ് തന്നെയാണ് തന്നത്. എന്നാൽ എപ്പോൾ നോക്കിയാലും എന്തിനാണ് എൻ്റെ അമ്മയെ ചീത്ത പറയുന്നെന്ന് അച്ഛനെയും മുത്തശ്ശിയും പറയുന്നു. അത് കേട്ട അമ്മായിമ്മ നീ നിന്നെപ്പോലെ തന്നെയാണ് മകളെയും വളർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിന്റെ പേരിലും അവളെ ചീത്ത പറയുന്നു. ശേഷം അവളുടെ ഭർത്താവ് വരുന്ന പുതിയ ഹോട്ടലിന്റെ സെർമണിക്ക് അയാളോടൊപ്പം എക്സിനെ കൂട്ടിക്കൊണ്ടു പോകാനായി പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. വിവാഹം കഴിഞ്ഞ് 6 വർഷം താനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോൾ എന്നെ വിട്ട് ഇവളെ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത്? നിങ്ങളൊക്കെ എന്താൾക്കാരാണ് എന്ന് പറയുമ്പോൾ എക്സ് എന്തോന്ന് പറയാനായി വന്നതും അവളുടെ അമ്മ നിന്നെ വെച്ച് നോക്കുമ്പോൾ ഇവളാണ് ബെറ്റർ. ഇവിടെ എക്സ് അവളുടെ ചെവിയിൽ വന്ന് ഇവർ എന്നെയാണ് മരുമകളായി കരുതുന്നത്. കുറച്ചു നാൾ കഴിഞ്ഞാൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരിക്കും വരിക എന്ന് പറഞ്ഞ് അവൾ തള്ളിയിടുന്ന രീതിയിൽ ഇവളായിട്ട് തന്നെ താഴെ വീഴുന്നു. അത് കണ്ട അമ്മായിമ്മ അവളെ തള്ളിയിടുകയാണ്. വീഴുന്നിടയിൽ അവളുടെ ഡ്രസ്സ് വരെ കീറിപ്പോയി. ഭർത്താവ് സ്വന്തം ഭാര്യയെ പൊക്കാതെ എക്സിനെ ആയിരിക്കും കെയർഫുൾ ആയിട്ട് നോക്കുന്നത്. അവൾക്കാണെങ്കിൽ വന്ന ഗസ്റ്റിന് മുന്നിൽ വലിയൊരു അപമാനമാണ് സഹിക്കേണ്ടി വരിക. എക്സിന്റെ കയ്യിൽ ചെറിയ പരിക്കും പറ്റിയിട്ടുണ്ട്. ആ പരിക്ക് അവളായിട്ട് തന്നെ സൃഷ്ടിച്ചതാണ്. അത് കാണുമ്പോൾ എന്റെ കൈ പോയി, ഇനി ഞാനെങ്ങനെ പിയാനോ വായിക്കും എന്ന് ഓവറായിട്ട് കരയുമ്പോൾ അവളുടെ ഭർത്താവ് എക്സിനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയി. ദേഷ്യം വന്ന അമ്മായിമ്മ ഹീറോയിനോട് എൻ്റെ മകന്റെ ജീവിതത്തിൽ നീ വേസ്റ്റാണ് എന്ന് പറഞ്ഞ് ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യാനായിട്ട് പറഞ്ഞ് ഡിവോഴ്സ് പേപ്പർ കൊടുക്കുന്നു. പെട്ടെന്ന് അവൾക്ക് ഭയങ്കരമായിട്ട് വയറുവേദനിക്കുകയും മയങ്ങി വീഴുന്നു. അവിടെ ഉണ്ടായ ജോലിക്കാരനായിരിക്കും അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ഹോസ്പിറ്റലിലെത്തി ചെക്കപ്പൊക്കെ കഴിയുമ്പോഴാണ് അവൾ സെക്കൻഡ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞെന്നും അത് അബോർഷനായതിൻ്റെ വയറുവേദനയാണ് വന്നെന്ന് അവൾ അറിയുന്നു. അവളുടെ മനസ്സ് ആകെ തകർന്നു പോയി. എന്നാൽ അതേ ഹോസ്പിറ്റലായിരിക്കും അവളുടെ ഭർത്താവും എക്സ് ഉള്ളത്. എക്സിന്റെ എല്ലാ കാര്യങ്ങളും അയാളായിരിക്കും നോക്കുക. ഇതെല്ലാം അവൾ നേരിൽ കാണുകയും അവളുടെ മനസ്സാകെ തകർന്നു പോവുകയാണ്. എന്നാൽ എക്സ് ഇതെല്ലാം ഇവൾ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ കിസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. പ്രണയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് സ്നേഹത്തോടെയാണ് അയാൾ ഹീറോയിനെ കെയർ ചെയ്തിരുന്നത്. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തടിച്ചപ്പോൾ അവൾ എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, എൻ്റെ കണ്ണിൽ നീ എപ്പോഴും സുന്ദരിയായിട്ട് ഇരിക്കും എന്ന് വാക്ക് വരെ കൊടുത്തിരുന്നു. ഇപ്പോൾ അതെല്ലാം ഓർക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് വിഷമമാവുകയാണ്.
അപ്പോൾ അന്ന് പറഞ്ഞ എല്ലാം നുണയായിരുന്നു. ഞാൻ ഇവനെ പോലെ ഒരുത്തന് വേണ്ടി എന്തൊക്കെ ചെയ്തു, എല്ലാം പാഴായി. എന്നാൽ ഇനി ഞാൻ അവനെ വെറുതെ വിടില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വരെ നഷ്ടമായി. ഇതിനെന്തായാലും തിരിച്ചടി തന്നിരിക്കുമെന്ന് മനസ്സിൽ പറയുന്നു. ശേഷം അവൾ ഡിസ്ചാർജായി വീട്ടിലെത്തുമ്പോൾ അവൾ ഭർത്താവുമായി പിരിയാനിരിക്കുകയാണല്ലോ. കുഞ്ഞിനോട് എൻ്റെ കൂടെ നിൽക്കണോ അതോ അച്ഛൻ്റെ കൂടെ നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അമ്മയ്ക്കൊപ്പം നിൽക്കുന്നതാണ് താല്പര്യം. അമ്മ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ടാകും. അമ്മയുടെ സന്തോഷമാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൂട്ടി പോകുമ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും എക്സിനെ കൂട്ടി ഭർത്താവ് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്നത്. എക്സിനെ തള്ളിയതിന് ക്ഷമ പറയാനായി പറഞ്ഞു. ഇവളും അവൾ കാരണം എൻ്റെ കുഞ്ഞിന് വരെ നഷ്ടമായി. എന്നാൽ ഇപ്പോഴും നീ മറ്റൊരുത്തിക്ക് ആണ് സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോഴാണ് ഇവൾ വീണ്ടും പ്രഗ്നന്റ് ആയ കാര്യം ഇവർ അറിയുന്നത്. എന്നാൽ അവൾക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ബ്ലീഡിംഗ് ഉള്ളതിനാൽ രണ്ടാമത് കുഞ്ഞ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നു. എന്നാൽ അവൾ നുണയാണ് പറയുന്നതെന്ന് കരുതുമ്പോൾ അവൾ തെളിവ് സഹിതം ആ റിപ്പോർട്ട് കാണിക്കുകയാണ്. ഇവർ ഒന്ന് ഷോക്കായി. എന്നാലും ദയയില്ലാതായിരിക്കും അവളെ ചീത്ത പറയുക. ഇവൾ വണ്ണം കുറയ്ക്കാനായി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവളുടെ ശരീരം കുറയ്ക്കാനും പറ്റുന്നില്ല. ഇവനെ നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചു. എന്നാൽ അതൊന്നും ചെയ്യാതെ ചെലവാക്കി. എന്നാൽ ക്യാഷൊക്കെ അത്ര കൊടുത്തിട്ട് നന്നാവാതെ ഇരിക്കുന്നതിനാൽ അവൾക്ക് നല്ല വിഷമമുണ്ടായി എന്ന് പറയുമ്പോഴും എല്ലാവരും കുഞ്ഞിന് ജന്മം നൽകുന്നതാണ്. എന്നാൽ എല്ലാവരും നിന്നെ പോലെയല്ല, അതും തടിച്ച് നീയാണ് മാറിയത് എന്ന് വളരെ മോശമായിട്ടായിരിക്കും അവളെക്കുറിച്ച് പറയുന്നത്. ദേഷ്യം വന്ന ഇവള്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, എന്നാൽ നിങ്ങളാണെങ്കിലോ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ഒരുത്തിക്ക് വേണ്ടി എന്നെ വരെ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്റെ കുഞ്ഞിനെ തന്നെ നഷ്ടപ്പെടുത്തി. ഇതിനുള്ള കാരണമെല്ലാം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അമ്മ എന്നെ അന്ന് തള്ളിയിട്ടായിരുന്നില്ലെങ്കിൽ ഇന്നേരം എന്റെ കുഞ്ഞ് എന്റെ അടുത്ത് ഉണ്ടായേനെ. നിന്റെ അമ്മ ഒരു കൊലക്കാരിയാണ് എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ അത് കേട്ടതും അവൾക്ക് ഒരുപാട് ദേഷ്യം വരികയും ഇതിനുമേൽ നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് ആ ഡിവോഴ്സ് പേപ്പർ അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് ആ കുഞ്ഞിനെ കൂട്ടി പുറത്തേക്ക് പോകുന്നു. കറക്റ്റ് സമയത്തായിരിക്കും അവിടേക്ക് അവളുടെ ചേട്ടന്മാർ വരിക. അവളും കരഞ്ഞുകൊണ്ട് ചേട്ടനോട് ക്ഷമ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ അവളുടെ ഭർത്താവിനെ കുറിച്ച് ചേട്ടൻ ഓൾറെഡി അന്വേഷിച്ച കാര്യം ഇവളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇവൾ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. നിങ്ങളെ വിട്ട് അവനെ കല്യാണം കഴിക്കാനേ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ എന്തിരുന്നാലും കുഴപ്പമില്ല, നീ സേഫ് ആണല്ലോ എന്ന് പറഞ്ഞ് 3 ചേട്ടന്മാരും അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവളും ചേട്ടന്മാരുടെ ഒപ്പം കാറിലേക്ക് കയറുന്നത് അവളുടെ ഭർത്താവ് കാണുകയും വന്നതും കാറിന് കുറുകെ നിന്ന്. എന്നാൽ കാർ ഓടിക്കുന്നത് 3ാമത്തെ ചേട്ടനായിരിക്കും. അയാളോടുള്ള ദേഷ്യം കൊണ്ട് കാറ് വേഗം തന്നെ വിടുകയും എന്തോ ജസ്റ്റ് മിസ്സിൽ അയാൾ മാറി നിന്നാലും ജീവൻ തന്നെ രക്ഷപ്പെട്ടു. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ പുതിയ ഹോട്ടലിന്റെ സെറമണിക്ക് റിബൺ വെട്ടാനായിട്ട് താൻ വരുമെന്ന് അവൾ പറയുകയാണ്. അവിടെ തന്നെ അവനും അവന്റെ ഫാമിലി വരും. അവിടെ വെച്ചിട്ട് തന്നെ എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനും 3 ചേട്ടന്മാരും അവൾക്കൊപ്പം നിൽക്കാമെന്ന് ഉറപ്പ് നൽകി. അപ്പോൾ 3 ചേട്ടന്മാർ ആ മാസ്റ്ററിൽ നിന്ന് വാങ്ങിച്ചെടുത്ത മരുന്ന് അവൾക്ക് കൊടുക്കുകയാണ്. അത് കൊടുത്ത് നീ ഇത് കുറേശ്ശായി കഴിക്കി, കുറേശ്ശായിട്ട് നിന്റെ വണ്ണം കുറയട്ടെ എന്ന് പറയുന്നു. ഇവളും കഴിക്കുമ്പോൾ യാതൊരുവിധ റിയാക്ഷൻ പോലും സംഭവിക്കുന്നില്ല. പെട്ടെന്ന് വയറ് വേദനിക്കുകയും അതിനാൽ ഇവൾ വേഗം തന്നെ ബാത്റൂമിലേക്ക് ഓടി. എന്നാൽ ബാത്റൂമിന്റെ അകത്തുനിന്ന് എന്തോ വെളിച്ചം കാണപ്പെടുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ പുറത്തേക്ക് വരുമ്പോൾ ചേട്ടന്മാർ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് എന്ന് ചോദിച്ചതു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ആ ഹോട്ടലിന്റെ സെറമണി നടക്കുകയാണ്. അവിടെ അവളുടെ ഭർത്താവും എക്സും അവന്റെ അമ്മയും വന്നിട്ടുണ്ടാകും. അപ്പോഴേക്കും എക്സ് അവന്റെ അമ്മേനോട് ഇന്ന് 3 മാസ്റ്റേഴ്സ് ഇവിടെ ഈ പാർട്ടിയിൽ പങ്കെടുക്കുമെന്ന് പറയുകയാണ്. ആ 3 മാസ്റ്റേഴ്സ് വേറെ ആരുമല്ല, അവരുടെ 3 ചേട്ടന്മാർ തന്നെയായിരിക്കും. അതായത് അവർ ആ നാട്ടിലെ പേര് കേട്ട കോടീശ്വരന്മാരാണ്. എന്നാൽ ആരും തന്നെ അവരെ നേരിട്ട് തന്നെ കണ്ടിട്ടേയില്ല. ആ ഹോട്ടൽ തന്നെ അവരുടേതാണ്. അവളുടെ നിർബന്ധപ്രകാരമാണ് അവളുടെ ഭർത്താവിനെ ആ ഹോട്ടലിന്റെ മാനേജർ ആക്കിയത് തന്നെ. ഇപ്പോൾ അവളെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ കുടുംബത്തിലെ ഏക അനിയത്തിയാണെന്നും അവൾ ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവളുടെ ചേട്ടന്മാർ അവൾക്ക് എന്താണ് ആവശ്യമെന്ന് ചേട്ടന്മാരോട് പറഞ്ഞാൽ ചേട്ടന്മാർ അത് നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞ്. പക്ഷേ അവളാണ് ഇവളെന്ന് ഇവർക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. അപ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോയിൻ അവിടേക്ക് വരുന്നത്. അവളെ കണ്ടതും ഇവർക്ക് ചെറിയ ഡൗട്ട്. കാരണം 6 വർഷങ്ങൾക്ക് മുന്നേ അവരുടെ വീട്ടിലുണ്ടായ മുഖച്ഛായാണ് ഹീറോയിന് എന്ന് പറയുമ്പോൾ എന്നാൽ ഇപ്പോൾ അവൾ തടിച്ചായതുകൊണ്ട് എന്തായാലും ഇത് അവളായിരിക്കില്ല എന്ന് ചിന്തിച്ച് അവർ അവളോട് ചെന്ന് സംസാരിക്കാനായി പോകുമ്പോൾ 1 മാസത്തിന് മുന്നേ നിങ്ങൾ എന്നെ തടിച്ചീന്നും അതുപോലെ തന്നെ ഗുണ്ടയായിന്നും സംസാരിച്ചിരുന്നതല്ലേ, ഇന്ന് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതും ഇവർ അത് കേൾക്കുമ്പോൾ അവരിരുന്ന് ഷോക്കാവുന്നു. അത് നീ തന്നെയാണോ എന്ന്. ഹീറോയിൻ എന്നെ വിശ്വാസമില്ലെങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റിലുള്ള ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക്. ഫോട്ടോ നോക്കെന്ന് പറഞ്ഞ് വിവാഹ ചിത്രങ്ങൾ കാണിക്കുമ്പോൾ അവളുടെ അപ്പോഴുള്ള ഫേസും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഹീറോയുടെ ഫേസും ഒരുപോലെ തന്നെയാണ്. അത് കണ്ടതും ഇവർക്ക് തന്നെ ഷോക്കാവുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഞാനാണ് ആ 3 മാസ്റ്ററിന്റെ അനിയത്തി. എന്നാൽ അത് കേട്ടതും അവർക്ക് ഒട്ടും തന്നെ വിശ്വാസമായില്ല. ഉറപ്പായിട്ടും നീ നുണ പറയുകയാണ്. അമ്മായിമ്മ, ഞാൻ നിന്നെ കുറിച്ച് നല്ലോണം അന്വേഷിച്ചിരുന്നു. നീ ഒരു അനാഥാലയത്തിലാണ് വളർന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. നിനക്ക് അച്ഛനും അമ്മയും ഇല്ലാന്ന് കേട്ടിരുന്നു. അത് കേട്ട ഹീറോയിൻ എന്റെ പദവി യൂസ് ചെയ്ത് എനിക്ക് മറ്റുള്ളവരെ പറ്റിക്കാനും അതുപോലെ തന്നെ അതിനുള്ള റിപ്പോർട്ട്സും ഉണ്ടാക്കാനും കഴിവുണ്ട്. അതിനുള്ള ക്യാഷും എല്ലാ പദവിയും എന്റെ കയ്യിലുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞ് ഇത്ര നാളും കഴിഞ്ഞത്. എന്നിരുന്നാലും ഇവൾ പറയുന്നതൊന്നും അവിടെ ഉള്ളവർ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അപ്പോ അവിടെ ഉണ്ടായ പിയാനോയിൽ അവളുടെ പേരായിരിക്കും. അത് അവളുടെ ചേട്ടന്മാർ അവൾക്കായിട്ട് റെഡിയാക്കി ഒരുക്കി കൊടുത്ത പിയാനോ ആണ്. ആ പിയാനോ ആണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിയാനോ ആയിരിക്കും. ലോകത്ത് തന്നെ ഒന്നേ ഉള്ളൂ. അതവിടെ ഉള്ളതിനാൽ അവൾക്കായിരിക്കുമെന്ന് സംസാരം മുഴങ്ങുന്നുണ്ട്. ഇവളും ആ പിയാനോയിൽ എൻ്റെ പേരാണ് നിങ്ങൾ കണ്ടായിരുന്നോ എന്ന് ചോദിച്ച് കാണിക്കുന്നു. അത് കേട്ട ഉടനെ അവർ വിചാരിക്കുന്നത് ഇവളുടെ പേരും ആ പെണ്ണിൻ്റെ പേരും സെയിം ആണ്. അത് വെച്ച് ഇവൾ നാടകം കളിക്കുകയാണ് എന്നാണ് എക്സും പറയുന്നത്. താനും പിയാനോ വായിക്കുന്ന ഒരാളാണ്. പക്ഷേ അവരുടെ വീട്ടിൽ ഇത്രയും നാളും ഇവൾ ഉണ്ടായിട്ട് പിയാനോ വായിക്കാൻ അറിയില്ല. ജസ്റ്റ് ക്ലീൻ ചെയ്യാനും ഭക്ഷണം ഉണ്ടാക്കാനും മാത്രമാണ് അറിയുന്നതെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ പോയി വായിക്കാനായി പറയുന്നു. അത് കേട്ട ഉടനെ ഇവളും പോയി വായിക്കുന്നു. നല്ല രീതിയിലായിരിക്കും വായിക്കുക. അതൊരു കോമ്പറ്റീഷൻ പോലെ ആയിരിക്കുന്നു. അതും എക്സിൻ്റെ കൂടെ. ഞാനെങ്ങാനും ഈ കോമ്പറ്റീഷൻ ജയിച്ചാൽ നീ എൻ്റെ ഭർത്താവിൻ്റെ കീപ്പെന്ന് സമ്മതിക്കണം എന്ന് ബെറ്റ് വെച്ചതും അത് കേട്ട അവൾക്ക് ഭയങ്കര ടെൻഷനാവുകയാണ്. ഇവളും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ രണ്ടു പേർക്കും ഇടയിലുള്ള ബെറ്റിലിൽ ഹീറോയിനായിരിക്കും ജയിക്കാൻ പോകുക എന്ന് കണ്ട അവളുടെ ഭർത്താവ് എക്സിനോട് നീ ഇപ്പോൾ തന്നെ അവൾ പറഞ്ഞ ബെറ്റിന് സമ്മതിച്ചോ? എന്നാൽ അത് കേട്ട എക്സ് അന്ന് ഞാൻ വീണ വീഴ്ചയിൽ നീ ബ്ലേഡ് വെച്ച് എൻ്റെ കൈ മുറിഞ്ഞതിനാൽ എനിക്ക് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹീറോയുടെ മേലെല്ലാം കുറ്റമിടുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബ്ലേഡ് വെച്ചിട്ടില്ല, നിന്റെ കയ്യിൽ തന്നെയായിരുന്നു ആ ബ്ലേഡ് ഉണ്ടായിരുന്നത്, വേണമെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവളും അവിടെ ഉണ്ടായ വേലക്കാരിയെ വിളിക്കുന്നു. അവരും അതിനുള്ള തെളിവുമായിട്ട് വരുന്നു. അത് കണ്ട് എക്സും അവളുടെ ഭർത്താവും വരെ ഞെട്ടുകയാണ്. എന്നാൽ അപ്പോഴും അവളുടെ ഭർത്താവും അമ്മായിമ്മയും അവൾ കാണിച്ച തെളിവിന് അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ അപ്പോൾ അമ്മായിമ്മയ്ക്ക് വേണ്ടി എക്സ് വാങ്ങിച്ചു കൊടുത്ത മാല ഫേക്കാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഹീറോയിന്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ നെക്ലേസ് ഉണ്ടാക്കിയ തന്നെ ഒരു ഡിസൈനർ ആയിരുന്നു. ആ ഡിസൈനർ ഇപ്പോൾ ഹീറോയിനെ തേടി ആ ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഡിസൈനർ വന്ന് ആ ഫേക്ക് ആയിട്ടുള്ള മാല കണ്ടപ്പോൾ ഉടനെ തന്നെ ഇത് ഫേക്കാണെന്നും ഹീറോയിൻ വാങ്ങിച്ചതാണ് റിയൽ മാല എന്ന് പറയുന്നു. ഫേക്കായ മാല സ്റ്റീലും കൊണ്ട് നിർമ്മിച്ച ഒരു മാലയാണെന്നും ഇക്കാര്യം കേട്ടതും അമ്മായിമ്മ ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ്. എന്താണെന്ന് വെച്ചാൽ അമ്മായിമ്മ ആ മാല കുറച്ചു നാളിട്ട് ഷോ നടന്നതായിരുന്നു. എന്നിരുന്നാലും ഹീറോയിൻ പറയുന്നത് തന്നെ ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ എക്സ് ഞാൻ വാങ്ങിച്ചതാണ് റിയൽ, ഇവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞ് ആ മാല വാങ്ങിച്ചതിന്റെ ബില്ല് അമ്മായിമ്മയ്ക്ക് കാണിക്കുന്നു. സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ എക്സ് ഒരു ദിവസം കടയിൽ പോയിരുന്നപ്പോൾ ഇവളുടെ ചേട്ടന്മാര് ആ മാല വാങ്ങിച്ചതിന്റെ ബില്ല് അറിയാതെ കയ്യിൽ നിന്ന് പോയി. ആ ബില്ലാണ് ഇപ്പോൾ എക്സിന്റെ കയ്യിലിരിക്കുന്ന ബില്ല്. സോ അത് കാണിച്ച് ഞാനാണ് വാങ്ങിച്ചത്, ഇതാണ് അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞ് അമ്മായിമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇപ്പോഴും ആ ഹോട്ടലിന്റെ ഓപ്പണിംഗ് സെറമണി ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യാതെ ഇരിക്കുകയാണ്. സോ ഹീറോയിൻ ഭർത്താവിനോട് നീ വേഗം കട്ട് ചെയ്ത് കട ഓപ്പൺ ചെയ്യാനായിട്ട് പറയുമ്പോൾ ഹീറോയിൻ അതിപ്പോൾ നടക്കില്ല എന്ന് തർപ്പിച്ച് പറയുകയാണ്. അവളുടെ തേർഡ് യങ് മാസ്റ്റർ, അതായത് അവളുടെ ചേട്ടന്മാര്, നിങ്ങൾ ഇത് കട്ട് ചെയ്തില്ലെങ്കിലും ഈ കട ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കും, നിങ്ങൾ എന്നോട് ക്ഷമ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ കട ഉദ്ഘാടനം ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അത് കേട്ട ഉടനെ അവൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവളോട് ക്ഷമ പറയുകയും അതും പേടിച്ചിട്ടായിരിക്കും, കാരണം അവിടെ തേർഡ് മാസ്റ്റർ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അവൾ മുട്ടുകുത്തി ക്ഷമ പറയാനായിട്ട് പറഞ്ഞു. ഇവനും മുട്ടുകുത്തി സോറി പറയുമെങ്കിലും അന്നേരം ഹീറോയിൻ എന്തോന്ന് തള്ളിയിട്ട് ഇനി ഈ കട ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ഈ സ്ഥാപനം തന്നെ പണിതത് എൻ്റെ ചേട്ടന്മാരാണ്. അപ്പോൾ വീണ്ടും ഒരു കോമ്പറ്റീഷൻ നടക്കാനായിട്ട് പോവുകയാണ്. അതിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് അവരായിരിക്കും ഈ കടയുടെ മാനേജർ പദവി ഏറ്റെടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് ഹീറോയിൻ പോവുകയാണ്. അത് കേട്ടതും അവളുടെ ഭർത്താവിന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. ഇവൾ കാരണം കിട്ടിയ ജോലി പോയല്ലോ എന്നോർത്ത്. എന്നാലും അപ്പോഴും അവർ വിചാരിക്കുന്ന തന്നെ അവൾ ഈ കുടുംബത്തിലെ പെൺകുട്ടിയെയല്ല, ഇവൾ തേർഡ് മാസ്റ്ററിന്റെ കൂടെയാണ് വന്നത്. ഫസ്റ്റ് മാസ്റ്ററും സെക്കൻഡ് മാസ്റ്ററും വരാത്തതിനാൽ അതുകൊണ്ട് തേർഡ് മാസ്റ്ററെ കൈക്കലാക്കിയിട്ടാണ് അവൾ വന്നത് എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. എക്സ് ഒരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവരുടെ കുടുംബത്തിലെ മൂത്തച്ചേട്ടൻ ആന്റിക് സാധനങ്ങളും പഴയ സാധനങ്ങളും ഒരുപാട് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ഇഷ്ടം അയാൾക്കുണ്ട്. അതിനാൽ 2-3 ദിവസം മുന്നേ ഒരു ലേലം നടക്കുന്നുണ്ട്. ആ ലേലത്തിൽ നിങ്ങൾ എന്തായാലും പങ്കെടുക്കണം. അവിടെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നിങ്ങൾ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഉറപ്പായിട്ടും അയാൾ നിങ്ങളിൽ ഇംപ്രസ് ആകും. അയാളെ കൈക്കലാക്കിയിട്ട് ഇങ്ങനെ തേർഡ് മാസ്റ്റർ ഇങ്ങനെ ഒരു പെൺകുട്ടിയുമായി കൈക്കലാക്കി വെച്ചിട്ടുണ്ട്, അവരെ വെച്ച് അവൾക്കെതിരെ തിരിച്ചൊരു അടി കൊടുക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അയാളെ മീറ്റ് ചെയ്യും, അയാളുമായി സംസാരിച്ച് കൂട്ടുകൂടി ഇക്കാര്യം സംസാരിക്കാമെന്ന് പറയുന്നു. അത് കേട്ടുടനെ അയാളും അയാളുടെ അമ്മയും അതിന് സമ്മതിക്കുന്നു. ഇവിടെ ഹീറോയിൻ അവളുടെ മൂത്ത ചേട്ടനൊപ്പം ഇരിക്കുകയാണ്. മൂത്ത ചേട്ടൻ അവളോട് ഈ അടുത്ത് വരുന്ന ലേലത്തിൽ പങ്കെടുക്കാനായിട്ട് പറയുകയാണ്. നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുകയാണ്. ഇവളും അതിന് സമ്മതിക്കുകയാണ്. ആ ലേലം നടത്തുന്നത് തന്നെ ആരാണെന്ന് വെച്ചാൽ ഹീറോയിൻ കോളേജ് എല്ലാം കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞ ശേഷം ഹീറോയിന്റെ അങ്കിളിന്റെ ഡ്രൈവറിന് ബിസിനസ് ചെയ്യാനായിട്ട് ഇപ്പോൾ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് അയാളുടെ കയ്യിൽ യാതൊരുവിധ ക്യാഷ് ഉണ്ടായിരുന്നില്ല. ചെയ്ത ബിസിനസ് എല്ലാം ലോസായി ആകെ നഷ്ടത്തിലിരുന്നപ്പോൾ അയാൾ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. ആ ഒരു അവസ്ഥ, അയാളുടെ അവസ്ഥ മനസ്സിലാക്കി ഹീറോയിനായിരിക്കും കുറച്ച് ക്യാഷ് കൊടുത്ത് അയാളെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോൾ അയാളാണെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരനായിട്ട് മാറിയിരിക്കുകയാണ്.
ഹീറോയിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാനായിട്ട് ഇൻവിറ്റേഷൻ കാർഡ് വരെ കൊടുത്തിരുന്നു, അതും ആ ലേലത്തിൽ പങ്കെടുക്കാനായിട്ട്. ഇക്കാര്യം അവളുടെ ചേട്ടൻ പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയും ആ ലേലത്തിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഹീറോയിൻ ആ ലേലത്തിൽ പോകുമ്പോൾ അവിടെ തന്നെ അവളുടെ ഭർത്താവിനെ കാണുകയാണ്. എന്നാൽ അകത്ത് അവളുടെ ഭർത്താവ് കയറ്റാൻ തന്നെ സമ്മതിക്കുന്നില്ല. ഭർത്താവിനോടൊപ്പം എക്സ് കാമുകിയും ഉണ്ടായിരിക്കും. അവർ ഇവളെ കണ്ടതും ഹീറോയുമായി തർക്കമുണ്ടാക്കുകയാണ്. എന്നിരുന്നാലും ഹീറോയിൻ അവർ പറയുന്നത് തന്നെ ഒട്ടും മൈൻഡ് പോലും ആക്കുന്നില്ല. സത്യത്തിൽ ഹീറോയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവിനോട് പ്രതികാരം ചെയ്യണം എന്നതായിരുന്നു. അകത്ത് പോയാലും എല്ലാ സാധനം വാങ്ങണം എന്നുള്ള വാശിയിലാണ് ഹീറോയിൻ ഇപ്പോൾ. അങ്ങനെ ഇവർ ഹീറോയിനുമായി വാക്കുതർക്കമുണ്ടാക്കുമ്പോൾ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടും ഹീറോയിനെ അവിടെയുള്ള സെക്യൂരിറ്റികൾ കടത്തിവിടുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഷെൻഷ്യു എന്ന് പറയുന്ന ഒരു പയ്യനായിരിക്കും അകത്തേക്ക് വിടുന്നത്. ആ പയ്യനാണെങ്കിൽ ഒരു വലിയ കോടീശ്വരനും കൂടെ അസിസ്റ്റന്റിനെ കൂട്ടിയിട്ടായിരിക്കും പോയിരിക്കുക. അതിനാലാണ് ഹീറോയിനെ പുറത്തു നിർത്തിയിരിക്കുന്നത്. ഇവളും അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്, തന്നെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡിന് ചെറിയ മുതലാളി വന്നിട്ടുണ്ട് എന്ന് പറയാനായിട്ട് അകത്തേക്ക് വിടുന്നു. അവർ എന്തായാലും എന്നെ കാണാനായിട്ട് ഇവിടെ തന്നെ വരുമെന്ന് പറയുന്നു. അതേപാടി ആ സെക്യൂരിറ്റി ഒരു അങ്കിളിനോട് പറയുകയാണ് ഇതേപോലെ ചിന്ന മുതലാളി വന്നിട്ടുണ്ടെന്ന്. അയാളാണ് ഈ ലേലം നടത്തുന്നത്. അയാളും വേഗം പുറത്തേക്ക് ഓടി വന്ന് മര്യാദയോടെ അവളെ സ്വീകരിക്കുകയാണ്. ഹീറോയിനും ആ അങ്കിളിന്റെ കൂടെ ആയിരിക്കും വരിക. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാണാനായി വരുമ്പോൾ ആരും നിങ്ങളെ കാണാനായിട്ട് അനുവദിച്ചില്ല. അത് കേട്ട ഹീറോയിൻ അങ്കിളിനോട് എനിക്കിപ്പോൾ ഡിവോഴ്സായി, ഇപ്പോൾ ഞാൻ ഫ്രീ ആണ്. നിങ്ങളെ പോലെ ഒരാളെ ആരാണ് ഡിവോഴ്സ് ചെയ്തതെന്ന് ഷോക്കായിട്ട് അങ്കിൾ ചോദിക്കുന്നു. എന്തായാലും അവനൊരു പൊട്ടൻ തന്നെയാണ്, അവൻ എന്തായാലും വെറുതെ വിടാനേ പാടില്ല. അതിന് ഹീറോയിൻ അതൊന്നും വേണ്ട, ഇപ്പോൾ അവൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട അങ്കിൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഹീറോയിനാണ് ചീഫ് ഗസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ അവളുടെ ഭർത്താവിനും എക്സിനും അത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. അന്നേരം ഷെൻഹി ഹീറോയിനെ തന്നെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞ് ഇപ്പോൾ ആദ്യം ഒരു സാധനം കാണിക്കുകയാണ്. അതിന്റെ ലേലമായിരിക്കും ഫസ്റ്റ്. ആദ്യത്തെ ലേലത്തിൽ ഇവളായിരിക്കും ലേലം വിളിക്കുക. അത് കണ്ട് ദേഷ്യം വന്ന് അവളുടെ ഭർത്താവ് ഇത് നീ എനിക്കെതിരെ പണി വയ്ക്കുകയാണോ എന്ന് ദേഷ്യപ്പെട്ട് എന്ന് പറഞ്ഞ് ഹീറോയിനുമായി വീണ്ടും വാക്കുതർക്കത്തിന് വരുന്നു. അതേസമയം ഇവിടെ ഹീറോയിന്റെ മകളെ കാണിക്കുകയാണ്. ആ കൊച്ചിന്റെ കണ്ണാണെങ്കിൽ ചെറുതായിട്ട് തിളങ്ങുന്നുണ്ട്. മറുവശത്ത് ഷെൻഷിയെ കാണിക്കുകയാണ്. അവനൊരു ഫോൺ കോൾ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഹീറോയിനെ കല്യാണം കഴിക്കാനായിട്ട് അവന്റെ അമ്മ വിളിക്കുകയാണ്. എന്നാൽ അവൻ കല്യാണം വേണ്ട എന്ന നിലപാടിലായിരിക്കും ഉറച്ചു നിൽക്കുക. അപ്പോൾ അമ്മ ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്, നീ വേഗം ഇവിടെ വരണമെന്ന് പറയുന്നു. അങ്ങനെ ഹീറോ ഒരു സെക്കൻഡിനുള്ളിൽ അസിസ്റ്റന്റിനോട് ഈ ലേലം ഞാൻ ഇവിടെ നിർത്തുകയാണ് എന്ന് പറഞ്ഞു പോകുന്നു. ഇന്ന് നടക്കാൻ പോകുന്ന ലേലത്തിൽ എല്ലാ സാധനം നമ്മൾ തന്നെ കൈക്കലാക്കും. അതിന് ഇവിടെയുള്ളവർ എത്ര കാശ് പറഞ്ഞാലും ഞങ്ങൾ അതിനുള്ള ഫണ്ട് കൊടുക്കുമെന്ന് പറയുന്നു. അത് കേട്ട അവിടെ ഉള്ളവർക്ക് എല്ലാവരും ഞെട്ടുകയാണ്. പാതി പേര് തന്നെ അവിടുന്ന് പോയി കഴിഞ്ഞു. ഹീറോയുടെ ഭർത്താവാണെങ്കിൽ ഇതിന് പിന്നിൽ ഇവളാണ് എന്നുള്ള വിചാരത്തിലായിരിക്കും അവിടെ നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ ഹീറോയിന്റെ ഭർത്താവ് ആദ്യം ഒരു സാധനം വാങ്ങാനായിട്ട് ലേലത്തിൽ നിന്നിരുന്നു. എന്നാൽ ഹീറോയിന്റെ ഭർത്താവ് വെച്ച വിലക്കാട്ട് കൂടുതൽ അവളും കൂടുതൽ വിലയിട്ടിരുന്നു. ഇതിനെല്ലാം കാരണം നീയാണ് എന്ന് പറഞ്ഞ് അവളുമായി തർക്കമുണ്ടാക്കുകയാണ്. ഞാനല്ലല്ലോ വാങ്ങിച്ചത്, എല്ലാം ഷെയ്നി എന്ന് പറയുന്നവനല്ലേ, നീ അവനുമായി വഴക്കുണ്ടാക്കി അത് വാങ്ങിക്കാൻ നോക്ക് എന്ന് പറയുന്നു. അല്ലാതെ എന്റെ മെക്കത്ത് അല്ല ചാടിക്കയറേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ വഴക്ക് ഉണ്ടാക്കുന്നിടയിൽ തന്നെ ഹീറോയിന്റെ ഭർത്താവ് കുഞ്ഞിനെ വെച്ച് വഴക്കുണ്ടാക്കുകയാണ്. അതും കുഞ്ഞിനെ മോശമായിട്ട് പറയുന്നു. അത് കേട്ട ഉടനെ ഹീറോയിന് ഭയങ്കര ദേഷ്യം വരികയും അവനെ അടിക്കാനായിട്ട് കൈപ്പൊന്തി. ഹീറോയിന്റെ ഭർത്താവും അവരുടെ കൈ പിടിച്ചു മാറ്റി നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ അത് എന്റെ കുഞ്ഞാണ്, എന്റെ കുഞ്ഞാണ്, അത് സത്യത്തിൽ എന്റെ കുഞ്ഞല്ല, നീ ഒരു മോശമായ സ്ത്രീയാണ്, ആ കുഞ്ഞ് എനിക്ക് ജനിച്ച കുഞ്ഞേയല്ല എന്ന് പറയുന്നു. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അന്ന് അവളുടെ കയ്യിൽ കുറേയേറെ ക്യാഷ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവൾ കോടീശ്വരിയായ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞില്ല. എന്നിരുന്നാലും അവളെ കല്യാണം കഴിച്ച് അവളുടെ ക്യാഷിന് വേണ്ടി മാത്രമാണ്. സോ അന്ന് അവൾക്ക് കുറേ ഡ്രിങ്കൊക്കെ കൊടുത്ത് ഒരു റൂമിൽ കിടത്തിയിരുന്നു. അയാൾ എവിടെ പോയായിരുന്നു. ആ സമയത്ത് ഏതോ ഒരുത്തൻ റൂമിൽ കയറി അവളുമായി ഫിസിക്കൽ റിലേഷൻ പെട്ടിരുന്നു. ഇക്കാര്യം പറഞ്ഞ ഉടനെ അവൾക്ക് ദേഷ്യം വരികയും അവിടെയുള്ള ഒരു കട്ടെടുത്ത് ഭർത്താവിൻ്റെ തലയിലടിക്കുന്നു. വീണ്ടും അടിക്കാനായി പോയതും അങ്കിൾ അവളെ തടഞ്ഞ്. അന്നേരം ഹീറോയിൻ്റെ 2 ചേട്ടന്മാർ അവിടേക്ക് വരികയാണ്. അവർ കാണുമ്പോഴാണ് ഇവരുടെ അനിയത്തിയാണ് എന്നിവർക്ക് മനസ്സിലാകുന്നത്. മൂത്ത ചേട്ടൻ ഇനി ഇവൻ എഴുന്നേൽക്കാൻ പാടില്ല, അവരെ 2 പേരെയും അടിച്ച് കാലോടിക്കാനായി പറഞ്ഞിട്ട് പോകുന്നു. മൂത്ത ചേട്ടൻ വന്നാൽ തന്നെ കുഞ്ഞിന് പാടില്ല, ഇളയവനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത് കാര്യം അറിയിക്കാനാണ്. അത് കേട്ടവൾ വേഗം ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ കുഞ്ഞിനെ നോക്കിയ ഡോക്ടർ കുഞ്ഞിക്ക് ജനറ്റിക് പ്രോബ്ലം ഉണ്ട്, ഇമോഷണൽ ആയാലും ദേഷ്യപ്പെട്ടാലും സന്തോഷം വന്നാലും കണ്ണും ബ്ലൂ കളറായി മാറും. ഇങ്ങനൊരു ജനറ്റിക് പ്രോബ്ലം കേട്ടതും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആർക്കും ഇല്ലല്ലോ, നീ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുഞ്ഞ് അവൻ്റെ അല്ല എന്നാണ് പറയുന്നത്. കുഞ്ഞ് വേറെ ആറിൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോഴാണ് ഇവനും സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. അവർക്കത് കേട്ട് ഒരു ഷോക്കാണ്. ആ ഒരു അവസ്ഥയിൽ തന്നെ അവിടെ ആ റൂമിൽ എത്തിച്ചത് അവൾക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട്. ഇപ്പോൾ ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ അവൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു.
പോകുമ്പോൾ അവൻ്റെ അമ്മ ഹീറോയോട് എനിക്കൊരു കൊച്ചുമകന് വേഗം തന്നെ വേണം, അതിന് ഞാൻ എന്ത് ചെയ്യണം, വാനത്തിൽ നിന്ന് കിട്ടില്ലല്ലോ എന്ന് ഹീറോ പറയുന്നു. അപ്പോൾ അവിടേക്ക് ഹീറോയിൻ്റെ മകൾ ഓടി വന്ന് അറിയാതെ ഹീറോയുടെ അമ്മയുമായി കൂട്ടിമുട്ടുന്നു. അന്ന് അവൾക്കൊപ്പം സ്പെൻഡ് ചെയ്തത് ഹീറോയാണ്. എന്നാൽ ഹീറോയിൻ പോകുന്നതിന് മുന്നേ അവനൊരു ലെറ്റർ എഴുതി വെച്ചിരുന്നു, ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്ന്. എന്നാൽ ഹീറോ ആ ലെറ്ററിൽ കുറച്ച് ക്യാഷ് വെച്ചിട്ടായിരിക്കും പോവുക. അതിനാൽ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം പാഴാവുകയാണ്. ഇപ്പോൾ ആ കുട്ടിയെ കണ്ടതും ഹീറോയുടെ അമ്മയ്ക്ക് കണ്ട് ഇത് എൻ്റെ കൊച്ചുമകൾ തന്നെയാണെന്ന് പറയുന്നു. ദൂരത്തിൽ ഹീറോയിൻ്റെ സൗണ്ട് കേട്ടതിനാൽ കുഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടി. എടാ, അവൾ നിന്റെ മകൾ തന്നെയാടാ. അതിന് ഹീറോ അമ്മ കണ്ണ് ബ്ലൂ ആയതിനാൽ എൻ്റെ കുട്ടിയാണെന്ന് എന്താ ഉറപ്പ്, ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് ചീത്ത പറയുമ്പോൾ അമ്മയുടെ കയ്യിൽ അറിയാതെ അവളുടെ മുടി കുടുങ്ങിയിരുന്നു. അത് ടെസ്റ്റ് ചെയ്താൽ അറിയാമെന്ന് പറഞ്ഞ് DNA ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഹീറോ ഷോക്ക് ആവുന്നത്, അവൾ ഹീറോയുടെ മകളാണെന്ന്. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ഓർമ്മ വരുന്നത്. 6 വർഷം മുന്നേ ഒരു പെണ്ണിൻ്റെ കൂടെ റൂമിലുണ്ടായ കാര്യം. ആ പെണ്ണിൻ്റെ കുഞ്ഞായിരിക്കും ഇതെന്ന് മനസ്സിലാവുകയും അസിസ്റ്റന്റിനോട് ആ ഹോസ്പിറ്റൽ മൊത്തം ചെക്ക് ചെയ്യാനായി പറഞ്ഞു. എന്നാൽ കുറെ തേടിയിട്ടും അസിസ്റ്റന്റ് കണ്ടെത്താനേ കഴിഞ്ഞില്ല. ഹീറോയിനും മകളും കൂടി ചേട്ടന്മാരുടെ ഒപ്പം വീട്ടിലേക്ക് പോകാനായി കാറി കയറി. എന്നാൽ ആ സമയത്തായിരിക്കും ഹീറോയും അമ്മയും അവരുടെ കാറിന് മുന്നിൽ പാസ് ചെയ്ത് പോകുന്നത്. എന്നാൽ രണ്ടു കൂട്ടരും കാണുന്നില്ല. ശേഷം വീട്ടിലെത്തുമ്പോൾ ചേട്ടന്മാർ അവളുടെ കമ്പനി കാര്യം നോക്കാനായി പറയുമ്പോൾ ഇവൾ ഇപ്പോൾ കമ്പനി കാര്യങ്ങൾ നോക്കാൻ താല്പര്യമില്ല. അതിനാൽ അവൾ ഷെയ്ൻ കമ്പനിയിലേക്ക് ജോലി നോക്കുന്നുണ്ട്. അവിടെ കുറച്ചു ദിവസം ജോലിയൊക്കെ ചെയ്ത് കമ്പനിയിലേക്ക് വരാമെന്ന് കാര്യമായിട്ടല്ലാത്ത രീതിയിൽ പറഞ്ഞതിനാൽ ചേട്ടന്മാർ കാര്യമായിട്ട് തന്നെ എടുത്ത് അവിടെ റെസ്യൂം റെഡിയാക്കി അയച്ചു. ഇവിടെ ഹീറോ പുതിയതായിട്ട് ഇന്റർവ്യൂ വരുന്നവരുടെ റെസ്യൂം നോക്കുമ്പോൾ ഹീറോയിൻ്റെ ഫോട്ടോ അത് കാണുമ്പോൾ അന്ന് ലേലത്തിൽ വന്ന പെൺകുട്ടിയിലെന്ന് ചിന്തിക്കുന്നു. കൂടാതെ അവൾ സിംഗിൾ മദറാണെന്നും 5 വയസ്സുള്ള കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ മകൾ ഇപ്പോൾ 5 വയസ്സ് കാണും. സോ കുഞ്ഞിനെ നോക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. അതിനാൽ കുഞ്ഞിനെ കൂടി കമ്പനിയിലേക്ക് കൊണ്ടുവന്നെന്ന് പറയുന്നു. ഇവിടെ ഇന്റർവ്യൂ നടത്തുമ്പോൾ അവൾ ഇതിനു മുന്നേ ജോലിക്ക് പോകാത്തതിനാൽ അവൾക്ക് ഇവിടെ ജോലിയില്ലെന്ന് പറഞ്ഞു വിടുമ്പോൾ ഹീറോ അവിടേക്ക് വന്ന് അവളെ സെലക്ട് ചെയ്ത കാര്യം പറയുന്നു. ശേഷം അവളെ കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് പോയി എനിക്കൊരു കുഞ്ഞുണ്ട്, നിങ്ങൾക്കും ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഏത് ഡ്രസ്സായിരിക്കും ഇഷ്ടപ്പെടുക, അതുപോലെ അവർക്ക് ഏതൊക്കെ കളിപ്പാട്ടമാണ് ഇഷ്ടപ്പെടുക എന്ന് ചോദിക്കുമ്പോൾ അവളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ ഹീറോ വാ പൊളിച്ച് തന്നെ അവളെ നോക്കി കാണുന്നു. എന്താണെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് അവളെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. എന്നാൽ ഹീറോയിനെ കുറിച്ച് ചിലർ പണത്തിന് വേണ്ടി ഓരോരുത്തരുടെ പിന്നാലെ നടക്കുന്നവളുടെ സ്വഭാവമാണെന്ന് ഹീറോ കേട്ടിരുന്നു. എന്നാൽ ഹീറോ അതൊന്നും വിശ്വസിച്ചില്ല. നാളെ മുതൽ നിന്റെ കുഞ്ഞിനെയും കമ്പനിയിലേക്ക് കൊണ്ടുവരാം, സിംഗിൾ മദർ ആകുന്നത് അത്ര കാര്യമല്ല, ഒരു കുഞ്ഞിനെ നോക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് പറയുന്നു. അടുത്ത ദിവസം അവൾ കുഞ്ഞുമായി ഓഫീസിൽ വരികയാണ്. എന്നാൽ അവിടുത്തെ ഒരു ലേഡിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒട്ടും തന്നെ പിടിക്കുന്നില്ല. അതിനാൽ ഹീറോയിൻ ഇല്ലാത്ത നേരത്ത് ആ കുഞ്ഞിന് പൂക്കൾ അലർജിയാണെന്ന് മറ്റ് സ്റ്റാഫുകളോട് പറയുന്നത് കേട്ട് അറിയാത്ത പോലെ കുറച്ച് പൂക്കൾ അവളുടെ മേലിട്ടിട്ട് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞത് കുഞ്ഞിന് അലർജി വരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ മകൾക്ക് അലർജി വന്നതായി കാണുന്നു. നോക്കുമ്പോൾ അവിടെ പൂക്കളെല്ലാം വിതറിക്കിടക്കുന്നുണ്ടായി. വേഗം അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ലേഡി അവരെ തടഞ്ഞു നിർത്തി. ഇത് നിന്റെ വീടല്ല, തോന്നുമ്പോൾ പോകാനായിട്ട് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണ്. ഇവിടെ കുഞ്ഞിനെ തേടി നടക്കുകയാണ് ഹീറോ. ഇതുവരെ കുഞ്ഞിനെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. അവൾ കുഞ്ഞിനെ കൊണ്ടുവന്നോ എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുവന്ന് എന്ന് കേട്ടതും ഹീറോ CCTV വഴി നോക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ പ്രശ്നം നടക്കുന്നതായി ഹീറോ കാണുകയും വേഗം ഹീറോ വന്ന് ഡോക്ടറെ വിളിക്കുകയാണ്. ശേഷം ഹീറോയിൻ ആ ലേഡിക്ക് ഒരെണ്ണം പൊട്ടിച്ച് നീ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ പൂവിട്ടതിനാൽ നിനക്ക് ഈ ഒരു അടി കിട്ടില്ലായിരുന്നു, എന്നാൽ ഇവർ തന്നെയാണ് ചെയ്തതെന്ന് സമ്മതിക്കുന്നില്ല. അതിനാൽ ഹീറോ ഇങ്ങനെ ഒരു ചതി ചെയ്തതിന് അവളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നു. കുഞ്ഞിനെ കണ്ടതും ഹീറോയ്ക്ക് മനസ്സിലായി ഇത് തൻ്റെ മകളാണെന്ന്. ആ സമയത്ത് ഹീറോയുടെയും മകളുടെയും കണ്ണ് തിളങ്ങുകയാണ്. അത് നോട്ട് ചെയ്ത് ഹീറോയിന് മനസ്സിലാവുന്നു അപ്പോൾ ഇയാളുടെ കുഞ്ഞാണെന്ന്. സോ ഹീറോ അറിഞ്ഞാൽ തന്നിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങുമെന്ന് പേടിയിൽ പോകുമ്പോൾ ഹീറോ അവളെ പിടിച്ചു നിർത്തി ലേലത്തിൽ വന്ന മുതലേ എനിക്ക് നിന്നെ ഇഷ്ടമായി, എന്നാൽ അത് പറയാൻ നാണമായിരുന്നു. എന്നാൽ ഇപ്പോൾ 6 വർഷത്തിന് മുന്നേ ഞാൻ നിന്റെ കൂടെയായിരുന്നു. അവൾ നീയാണെന്ന് കരുതുമ്പോൾ അത് സന്തോഷമാണ്. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് കുഞ്ഞിനെ വളർത്താമെന്ന് പറയുമ്പോൾ ഇവളും ആഗ്രഹമുണ്ട് കുഞ്ഞിനൊരു അച്ഛനുണ്ടായിരിക്കണമെന്ന്. സോ ഹീറോ കുറിച്ച് നേരെ മുന്നേ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞതിനാൽ ഇവളും ഓക്കെ എന്ന് പറയുന്നു. ഹീറോ ഉടനെ അവളെ കെട്ടിപ്പിടിക്കുന്നതോടെ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.